തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് ഒരു എല്ലാത്തിനുമുള്ള ഒരു ലൈസൻസായി പറയാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് അധികാരത്തിൽ വന്നത് ജർമ്മനിയിൽ. സർവ്വലക്ഷണമൊത്ത ഫാസിസ്റ്റ് എന്ന് ലോകം മുഴുവൻ പറയുന്ന ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കൂടിയാണ് ജർമ്മനിയിൽ അധികാരത്തിലേറിയത്. അപ്പോൾ ഫാസിസ്റ്റുകൾക്ക് തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ കയറാം എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണത്. അപ്പോൾ പുലിയുടെ പുള്ളി തെരഞ്ഞെടുപ്പ് വിജയം വെച്ചിട്ട് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. രണ്ടാമതായിട്ട് ഈ ഗാന്ധി ഇപ്പം ഇവിടെ സമ്പത്ത് കുറച്ച് കാര്യങ്ങൾ പറയുണ്ടായിരുന്നു. കൽബുർഗിയുടെയും ഗൗരി ലങ്കേഷിൻ്റെയും നരേന്ദ്ര ഡബോൽക്കറുടെയും അതുപോലെ തന്നെ ഗോവിന്ദ് പൻസാരയുടെയും ഒക്കെ ചരിത്രം വിശദീകരിക്കുകയുണ്ടായി. അവരെ ഈ ഭൂമുഖത്തുനിന്ന് നീക്കം ചെയ്തതാര് എന്ന ചോദ്യത്തിന് കൊച്ചുകുട്ടികൾക്ക് പോലും അതിൻ്റെ ഉത്തരം അറിയാം. മാത്രമല്ല, ഹിന്ദുത്വ ഓർ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ UR അനന്തമൂർത്തി, ലോകം മുഴുവൻ ആദരിക്കുന്ന ആ സാഹിത്യകാരൻ്റെ മരണം പടക്കം പൊട്ടിച്ചും ഈ മധുരപലഹാരം വിതരണം ചെയ്ത് ആഘോഷിച്ചത്, ഗാന്ധിവധത്തിലെന്ന പോലെ ആഘോഷിച്ചത് നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ പെരുമാൾ മുരുകൻ്റെ എഴുത്ത് നിർത്തിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ കേരളത്തിൽ ബീശ എന്ന് പറയുന്ന ഹയസേരിയസിൻ്റെ നോവൽ പുറത്തിറങ്ങിയപ്പോൾ അത് ഈ പറയുന്ന അതിനെ നിരോധിക്കാൻ വേണ്ടി മെനക്കെട്ടതാരാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള, അതിനു മുമ്പും MF ഹുസൈനെ ഖത്തറിലേക്ക് ഓടിച്ചു വിട്ടതാരാന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഫയർ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ എന്ത് കലാപമാണ് ഉയർത്തിയതെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഭരണത്തിലെത്തുന്നത് ഭരണഘടനയ്ക്ക് അനുസൃതമായി ഭരിക്കാനാണ് എന്നുള്ള കാര്യം മറന്ന് ഭരണം ഒരു ഫാസിസ്റ്റ് ഒരു രാജ്യക്രമത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അതിനെതിർക്കുന്ന മനുഷ്യരെ ഇവർ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ നീക്കം ചെയ്യും, അല്ലെങ്കിൽ നിശബ്ദരാക്കും. ഏത് തരത്തിൽ നിശബ്ദരാക്കാം എന്നാലോചിക്കും. ഇത് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഇന്ത്യയിൽ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഈ തുഷാർ ഗാന്ധിയുടെ നേരെയുള്ള കയ്യേറ്റത്തെ കണക്കാക്കാൻ. രാജ്യം ഭരിക്കുന്ന കക്ഷി രാജ്യത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭരണഘടന പ്രദാനം ചെയ്തിട്ടുള്ള 19(1)(a) എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം അത് വിനിയോഗിച്ചതിനെതിരെ, അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിനെതിരെ രാജ്യം ഭരിക്കുന്ന കക്ഷി വന്നിട്ട് തടയാണത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയെ ഇവരനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഭരണഘടന പോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യം ഉണ്ടാക്കിയിട്ടുള്ള നിരവധി ഫലങ്ങൾ, ഈ നിരവധി തരത്തിലുള്ള മൂല്യങ്ങൾ ഇവരുടെ ഈ ഫാസിസ്റ്റ് ഭരണക്രമത്തിന് എതിരായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നീക്കം ചെയ്യാനാണ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഗാന്ധി സ്മൃതിയെ, ഗാന്ധി ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങളെ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത്. ഗാന്ധി വധത്തിന് ശേഷം നമുക്കറിയാം 51-52 ആദ്യത്തെ ഇലക്ഷനിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാകും എന്നെങ്കിലും വിചാരിച്ചിരുന്ന ഈ ഹിന്ദു മഹാസഭയും മറ്റ് ഹിന്ദുത്വ കക്ഷികൾക്കൊക്കെ കൂടി 9 സീറ്റേ കിട്ടിയുള്ളൂ. ഹിന്ദു മഹാസഭയ്ക്ക് 3 സീറ്റ്. ഈ ഹിന്ദു മഹാസഭ എന്ന പേരിൽ മത്സരിച്ചാൽ ദയനീയമായി പരാജയപ്പെടും എന്ന് കരുതി RSS എന്നുണ്ടാക്കിയ ഭാരതീയ ജനസംഘത്തിന് 3 സീറ്റ്, കർപ്പത്രി മഹാരാജാൻ്റെ രാമരാജ്യ പരിഷത്ത് എന്ന് പറയുന്ന കക്ഷിക്ക് 3 സീറ്റ്. അങ്ങനെ 9 സീറ്റായിട്ട് ഒതുങ്ങിപ്പോയി. ഇവരെ കാണാനുണ്ടാവില്ല ആ സമയത്ത് രാഷ്ട്രീയത്തിൽ. ആ തരത്തിൽ ഗാന്ധി സ്മരണയാണ്, ഗാന്ധി സ്മൃതിയാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ വലിയ പ്രതിരോധം ആഴത്തിൽ ഉയർത്തിയത്. അപ്പോൾ അതിനെ മാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഗാന്ധിയെ പതുക്കെ മാച്ചുകൊണ്ടിരിക്കുന്നു. അംബേദ്കർ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുന്നു. നെഹ്റുവിനെ വില്ലനായിട്ട് മുന്നിൽ നിർത്തുന്നു. ഇങ്ങനെ ചരിത്രത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് മാത്രമേ, ഇന്ത്യയിലെ മൂല്യവ്യവസ്ഥയുടെ മുഴുവൻ ചരിത്രത്തെയും അട്ടിമറിച്ചുകൊണ്ട് മാത്രമേ ഒരു ഫാസിസ്റ്റ് ഭരണക്രമം ഉണ്ടാക്കാൻ അറിയൂ എന്ന് കൃത്യമായിട്ട് ഈ ഹിന്ദുത്വ ഫാസിസ്റ്റ് കക്ഷികൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഓരോരോ പ്രാക്ടീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചെറുക്കുക എന്ന് പറയുന്നത് എത്ര ലാഘവത്തോടെയാണ് ഇതിൽ പങ്കെടുക്കുന്ന ഈ പറയുന്ന പ്രതിനിധി എത്ര ലാഘവത്തോടെയാണ് അതിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ, ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ ഭരണഘടന പ്രദാനം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പെരുമാൾ മുരുകൻ കേസിൽ സഞ്ജയ് കിഷൻ കൗളിൻ്റെയും പുഷ്പ സത്യനാരായണയുടെയും വിധിയുടെ പ്രധാനപ്പെട്ട പൊരുൾ ഇതാണ്. ഇന്ത്യയിലെ ജീവിതത്തിൻ്റെ, ഇന്ത്യയിലെ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതാവിഷ്കാരം എന്ന് പറയുന്നത് ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിനെതിരെ ഒരു രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ ആളുകൾ വന്ന് തടഞ്ഞിട്ട് അത് വളരെ ലാഘവത്തോടെ
ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കയ്യേറ്റം ചെയ്യുമായിരുന്നു എന്നുള്ള തരത്തിൽ സംസാരിക്കുമ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചുള്ള അല്ല, ഇങ്ങനെ കള്ളം പറയരുത്. സമരത്തിൽ പങ്കെടുക്കുന്നു നിങ്ങൾ പറഞ്ഞു. പ്രകടനത്തിൽ താങ്കൾ കവിയെന്നാണ് മുകളിൽ എഴുതി കാണിക്കുന്നത്. കവിയാണെങ്കിൽ ബഹുമാനപ്പെട്ട കവി കള്ളം പറയരുത്. ഞാൻ കയ്യേറ്റം ഞാൻ ഒരു ചർച്ച വഴിതിരിച്ചു വിടാൻ വേണ്ടി ഞാൻ നടത്തിയൊരു പരാമർശത്തിന്റെ മുകളിൽ കയറണ്ട. താങ്കൾ അവരെ തുഷാർ ഗാന്ധിയെ എതിരെയുള്ള പ്രതിഷേധത്തിൽ താങ്കളും പങ്കെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് ഈ ഭരണഘടന പ്രദാനം ചെയ്യുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിനെതിരെ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ അത് തടയുമെന്ന് പറയുമ്പോൾ അത് ചെറിയ പ്രശ്നമല്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തുഷാർ ഗാന്ധി എന്ന് പറയുന്നത് ഗാന്ധിയുടെ പ്രപൗത്രനായതുകൊണ്ടോ അല്ലെങ്കിൽ തുഷാർ ഗാന്ധി ആ ഒരു ലീനിയേജ് വരുന്നത് കൊണ്ടോ അല്ല പ്രശ്നം. തുഷാർ ഗാന്ധിയുടെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. പ്രത്യേകിച്ചും ഗാന്ധിയുടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗത്തെ ഈ മതരാഷ്ട്രത്തിനെതിരെ ഗാന്ധി എടുത്ത നിലപാടിനെ ഇക്കാലത്ത് സമകാലികവൽക്കരിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് തുഷാർ ഗാന്ധിയുടെ നേരെയുള്ള ഇവരുടെ വിരോധത്തിന് കാരണം എന്നുള്ളതാണ് താങ്കളുടെ പോയിന്റ്.